ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നല്ല കട്ട തൈര് നമുക്ക് വീട്ടിലെങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെ ഡയറ്റിലും കേർഡ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കട്ട തൈര് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കിയിട്ട് വരാം. മോൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് തൈര് എന്ന് പറയുന്നത്. അതും ഇതുപോലെ നല്ല തിക്ക് കേർഡ് ആണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഫുഡ് റൂട്ടീൻ വീഡിയോസിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പലരും ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. നമുക്ക് വീഡിയോ കാണാം. ആദ്യമായിട്ട് തൈര് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാലെടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലും നിങ്ങൾക്ക് ദേശി കൗ മിൽക്ക് അല്ലെങ്കിൽ നാടൻ പശുവിൻ്റെ പാല് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ 1/2 ലിറ്റർ പാല് നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ഏതാണ്ട് ഒരു 5 മിനിറ്റ്സും കൂടി ബോയിൽ ചെയ്തെടുക്കാം. ബോയിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതായത് 5 മിനിറ്റ് നമ്മൾ വീണ്ടും ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മളെപ്പോഴും തൈര് ഉറവൊഴിക്കുന്ന സമയത്ത് ഈ പാലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ ഉറവൊഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ കട്ട തൈരായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ചൂടും പാടില്ല, ഒരുപാട് അങ്ങ് തണുത്ത പാലും പാടില്ല. ആ ഒരു വാം ടെമ്പറേച്ചർ ആയിരിക്കണം നമ്മുടെ പാലിന്. അപ്പോൾ അതുവരെ തണുക്കാനായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ 3 ടീസ്പൂൺ തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു കേർഡാണ് എൻ്റെ കയ്യിലുള്ളത്. എന്നാലും നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു ടീ സ്ട്രെയിനറിലാണ് നമ്മുടെ ഈ സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊരു ബൗളിൻ്റെ പുറത്ത് വെച്ചേക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇതിലുള്ള എക്സസ് വാട്ടർ എന്ന് പറയുന്നത് ഡ്രിപ്പ് ചെയ്ത് നമ്മുടെ ആ ബൗളിൽ കളക്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് അല്പം നേരത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ പാല് തണുക്കുന്നവരെ നമുക്കിതും മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാല് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒരു ക്ലീൻ ഫിംഗർ, നന്നായിട്ട് വാഷ് ചെയ്ത ഫിംഗർ ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക. ഡിപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ചൂട് ഫീൽ ചെയ്യാൻ പാടില്ല, അതേസമയം ഒരുപാട് തണുത്തിരിക്കാനും പാടില്ല. ഒന്ന് ചെറുതായിട്ട് വാം ആയിട്ട് വേണം നമുക്ക് ഫീൽ ചെയ്യാൻ. ഇതിപ്പോൾ കറക്റ്റ് ടെമ്പറേച്ചറാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന കേർഡാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരല്പം എക്സ്ട്രാ ആയിട്ടുള്ള വാട്ടർ ഇതുപോലെ നമ്മുടെ താഴത്തെ ബൗളിൽ കളക്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വെള്ളം എന്ന് പറയുന്നത് മാറ്റി വയ്ക്കാം. എന്നിട്ട് മറ്റൊരു ബൗളിലേക്ക് നമ്മുടെ ഈ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്കൊരു ബട്ടർ മിൽക്കിൻ്റെ ടെക്സ്ചറിൽ ആക്കിയെടുക്കണം. അതിലേക്കായിട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരം നമ്മുടെ വാം ടെമ്പറേച്ചറിൽ നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന പാല് തന്നെ ഒരല്പം ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും വയർ വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വയർ വിസ്ക് തന്നെ വേണമെന്നില്ല, ഫോർക്കായാലും മതിയാവും. വയർ വിസ്ക് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബട്ടർ മിൽക്കിൻ്റെ കൺസിസ്റ്റൻസിയിലുള്ള സ്റ്റാർട്ടർ നമ്മുടെ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടറൊക്കെ ഒഴിച്ച് നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ആവാനായിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റീൽ കണ്ടെയ്നറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് ഈ പാലിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ലിഡ് വെച്ച് കവർ ചെയ്യുകയാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ്. ഞാനിത് തയ്യാറാക്കുന്ന സമയത്ത് ഇവിടെ വിൻ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ കേർഡ് സെറ്റ് ആവാനായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കാസറോളിനകത്ത് ഈ ഒരു കണ്ടെയ്നർ വെക്കും, എന്നിട്ട് അടച്ചു വയ്ക്കും.
പക്ഷേ സമ്മറൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പുറത്ത് തന്നെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കട്ടയായിട്ടുള്ള തൈര് ഉണ്ടാവാറുണ്ട്. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റെപ്പും കൂടി എക്സ്ട്രാ ചെയ്യാറുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് കാസറോളിൽ വെച്ച് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നല്ല വാം ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റോ എന്തെങ്കിലും എടുത്ത് ഈ പാത്രം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. അതാണെങ്കിലും മതിയാവും. അപ്പം നമ്മുടെ കേർഡ് സെറ്റ് ആവാനുള്ള സമയം എന്ന് പറയുന്നത് ഏതാണ്ട് 6 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ എടുക്കാറുണ്ട്. നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് അത് വ്യത്യാസം വരാറുണ്ട്. ഞാൻ എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രി ഇതുപോലെ ഒഴിച്ച ശേഷം കാസറോളിനകത്ത് വെച്ച് വെക്കും. അടുത്ത ദിവസം രാവിലെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ തൈര് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ തൈരൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാനിത് ഉപയോഗിക്കുന്നില്ല. നമുക്കൊരു 1 hour ഇത് നമ്മുടെ റെഫ്രിജറേറ്ററിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇതാ ഒരു 1 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് കട്ട തൈരാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.